നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പാലക്കാട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി പാണഞ്ചേരി പഞ്ചായത്ത്. ആവശ്യമായ നടപടികൾ ഏറ്റെടുക്കുക. ക്യാമറകൾ സ്ഥാപിക്കുക. CCTV ക്യാമറകൾ സ്ഥാപിക്കുക. ശുചിമുറി മാലിന്യങ്ങൾ അവസാനിപ്പിക്കുക. ആവശ്യമായ ലൈറ്റുകൾ സ്ഥാപിക്കുക. തൃശൂർ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹൈവേയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് തടയണമെന്ന പഞ്ചായത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. നാഷണൽ ഹൈവേയുടെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം പാണഞ്ചേരി പഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് പല സ്ഥലത്തും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പല ദുരിതങ്ങളുമുണ്ട്. നമ്മൾ ടണൽ മുതലെടുത്താൽ ടണൽ കഴിഞ്ഞ് ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ടണൽ കഴിഞ്ഞാൽ ഉടനെ ഒരു സർവീസ് റോഡിൻ്റെ പ്രശ്നമുണ്ട്. ആ സർവീസ് റോഡിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ഇവർ നാഷണൽ ഹൈവേയുടെ സൈഡ് കെട്ടിയത് മൊത്തം ഇടിഞ്ഞു പോയിരുന്നു. അപ്പോൾ തന്നെ അശാസ്ത്രീയ നിർമ്മാണമാണെന്നുള്ളത് വ്യക്തമായല്ലോ. അത് വീണ്ടും കെട്ടിയെങ്കിലും അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന രീതിയിൽ പൈപ്പ് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വെള്ളം തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന അംഗൻവാടി കൊച്ചു കുട്ടികളിരിക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണ് കഴിഞ്ഞ 3 തവണയായി 2 ആഴ്ചയ്ക്കുള്ളിൽ 3 തവണയായി കക്കൂസ് മാലിന്യം ടാങ്കർ ലോറികളിൽ കൊണ്ട് തള്ളുന്നു. ഒരു ലോറിയിൽ നമുക്ക് വിവരം കിട്ടിയത് ടണലിൽ കൂടെ പാലക്കാട് ഭാഗത്തേക്ക് വന്ന് യൂട്ടേൺ എടുത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് അപ്പുറത്ത് ടണൽ കടന്നിട്ടാണ് തള്ളിയത്. ആ വണ്ടിയുടെ പോലും നമ്പർ കണ്ടെത്താവുന്ന വിധത്തിലല്ല ടണലിൻ്റെ ഉള്ളിലുള്ള ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങളിന്ന് പ്രോജക്റ്റ് ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് വാഹനം തിരിച്ചറിയാവുന്ന ക്യാമറ സംവിധാനമല്ല അവിടെ വെച്ചിട്ടുള്ളതെന്നാണ്. അതിൻ്റെ അർത്ഥം യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണെന്നാണ്. പാണഞ്ചേരി പഞ്ചായത്തിൽ 3 അണ്ടർ പാസ്വേയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. വാണിയമ്പാറ, കല്ലിടുക്ക്, മുടിക്കോട്. ഒരു കല്ലിടുക്കിലും മുടിക്കോടും മണിക്കൂറുകൾ നീളുന്ന ട്രാഫിക് തടസ്സമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കുന്നതിന് ഇപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒല്ലൂർ പോലീസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെയാണ് വിളിച്ചത്. ഞാൻ ആ ഫോൺ അദ്ദേഹത്തിന് കൊടുത്തു. താൽക്കാലികമായിട്ടുള്ള വാഹന തടസ്സം ഒഴിവാക്കുന്നതിനുള്ള പരിഹാരം ഉടനെ ചെയ്യാമെന്ന് PD ഏറ്റിട്ടുണ്ട്. പിന്നെ സർവീസ് റോഡുകളുടെ നിർമ്മാണം കുറേയധികം അപാകതകൾ പല സ്ഥലത്തുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തീരുമാനം ഒന്നും അനുകൂലമായില്ലെങ്കിൽ ടോള് ഞങ്ങൾ തടയുകയും റൂട്ട് പെട്രോളിംഗ് നടത്തുന്ന വാഹനം പിടിച്ചിടുകയും ചെയ്യും. അതുകൊണ്ട് പ്രയോജനമില്ല. ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ മാലിന്യം തള്ളൽ വലിയ പ്രശ്നമാണ്. ട്രാഫിക് ബ്ലോക്ക് വലിയ പ്രശ്നമാണ്. സർവീസ് റോഡുകൾ കൃത്യമായി നിർമ്മിക്കാത്തത് തന്നെ വലിയ പ്രശ്നമാണ്. ഇതിനൊക്കെ ഈ സമയത്ത് ഇനി പരിഹാരം കണ്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും സാധിക്കില്ല. അതിന് സമരമാർഗങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധം നടത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.